ഇത് നമുക്കും പോലീസിനും ആകെ കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ്. അതെന്താണെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കും മനസ്സിലാകും. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരാൾ തൻ്റെ ബൈക്ക് കൊണ്ടുവന്ന് ഷെഡിനുള്ളിൽ നിൽക്കുന്ന ആംബുലൻസിന് പോകാൻ വഴിയൊരുക്കി ഒതുക്കി നിർത്തുന്നു. കണ്ടോ, ആ വണ്ടി അവിടെ ഒരു ആംബുലൻസിന് പോകാനുള്ളൊരു സ്ഥലത്താക്കി നിർത്തി. എന്നിട്ട് അയാൾ വണ്ടി അവിടെ സൈഡാക്കി പുറത്ത് വന്ന് ബസ്സിൽ കയറി എങ്ങോട്ടോ പോയി. കണ്ടോ, അതവിടെയാണ് നിൽക്കുന്നത്. എന്നാൽ തൊട്ട് പിന്നാലെ ഷെഡിൽ നിന്ന ബൈക്ക് എടുക്കാൻ വേറൊരാൾ അവിടേക്ക് വരികയാണ്. അതാ ആളെ വണ്ടി അവിടെ ഉണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോവാണ്. ഇപ്പോൾ വെച്ച ബൈക്കിൻ്റെ മുന്നിലായിട്ടാണ് അയാളെ വണ്ടി നിൽക്കുന്നത്. നമുക്കത് ദൃശ്യത്തിൽ കാണാം ശരിക്കും. അയാൾക്ക് എടുക്കാൻ വേറൊരു വഴിയുമില്ല. ബൈക്ക് എടുക്കാൻ മറ്റൊരാൾ വന്ന് ഈ ബൈക്ക് യാതൊരു സംശയവും ഇല്ലാതെ നേരെ ആംബുലൻസിൻ്റെ മുന്നിലേക്ക് മാറ്റിവെച്ചു. സംഭവം അയാൾ സത്യത്തിൽ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അയാളുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ആ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇത്ര മാത്രമേ അയാളും ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അയാൾ ആ വണ്ടി അപ്പുറത്ത് മാറ്റി വെച്ചിട്ട് അയാളുടെ വണ്ടി എടുത്തിട്ട് അയാൾ പോയി. പക്ഷെ പ്രശ്നം അതല്ല, ഈ ആംബുലൻസിന് മുന്നിൽ വണ്ടി കിടക്കുന്നത് കണ്ടിട്ട് ആരോ ഒരാൾ ഫോട്ടോ എടുത്തിട്ട് പോലീസിന് അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ബൈക്ക് അവിടെ കൊണ്ടിട്ട ആൾ അല്ല ഇതിന് ഉത്തരവാദി, മറിച്ച് വേറെയാളുടെ വണ്ടി എടുത്ത് മാറ്റിയ ആൾ ആണോ? അവരും അറിയാതെ ചെയ്ത സംഭവമാണ്. ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ കാരണം നിരപരാധികൾക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് സാധാരണ നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, മറ്റൊരാളുടെ വണ്ടി എടുക്കാൻ പാകത്തിലായിരിക്കണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. ഇത് നമ്മൾ എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കിട്ടുന്നൊരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയിട്ട് ഒരിക്കലും പോകാൻ പാടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അപ്പോൾ ഓക്കെ, ബായ്.